ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ KCBCയുടെ ഇടപെടലുകൾ സജീവം. KCBC മധ്യവിരുദ്ധ സമിതി കോതമംഗലം റീജിയണൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. KCBC മധ്യവിരുദ്ധ സമിതി കോതമംഗലം റീജിയണൽ കൺവെൻഷൻ കോതമംഗലം കത്തീഡ്രൽ പാരിഷ് ഹാളിലാണ് നടന്നത്. രൂപത ഡയറക്ടർ ഫാദർ ജെയിംസ് ഐക്കരമറ്റം ഉദ്ഘാടനം ചെയ്തു. ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കാത്ത വിധം ഈ മദ്യം, ലഹരി സാധനങ്ങൾ നമ്മുടെ ഇടയിൽ വ്യാപിക്കുന്നു. തൊമ്മൻകുതിരി കഴിഞ്ഞ ദിവസം 4 കിലോ കഞ്ചാവ് പിടിച്ച്, അത് ചെറിയ സ്ഥലമാണ് നോക്കാൻ, 4 കിലോ കഞ്ചാവ് തൊമ്മൻകുതിരി പിടിച്ച്. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഒരു വാർത്തയില്ലാത്ത പത്രമില്ല. തുറന്നു നോക്കിയത് കൊണ്ട് ഭീകരാവസ്ഥയാണ്. ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. എല്ലാവരും ഉണരണം. സർക്കാർ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിർത്തേണ്ടടുത്ത് നിർത്താൻ സാധിക്കും. ഗവൺമെന്റ് ഏതെങ്കിലും തരത്തില് അയവ് കാണിക്കുന്നിടത്താണ് ഇത് കൂടുതൽ ഉപയോഗത്തിലേക്ക് വരുന്നത്. അതിനെല്ലാം രാഷ്ട്രീയ ബന്ധമുണ്ട്, ഉദ്യോഗസ്ഥന്റെ ബന്ധമുണ്ട്. ഇതെല്ലാം ചേർന്ന് തന്നെയാണ് ഇതിന്റെ കച്ചവടമെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട് വലിയൊരു വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അഭിമുഖീകരിക്കുകയാണ്. അതിങ്ങനെ കടലിൽ കായം കലക്കുന്ന പോലെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഈ ചെറിയ പ്രവർത്തനം വരുന്നത്. രൂപത പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജോണി കണ്ണാടൻ, ബിജു വെട്ടിക്കുഴ, ജോർജ് കൊടിയാറ്റ്, സിജോ കൊട്ടാരത്തിൽ, ജോമോൻ ജേക്കബ്, ജിജു വർഗീസ്, പോൾ കോങ്ങാട്, മാർട്ടിൻ കീഴേമാടൻ, ജോസ് കൈതവന, പീറ്റർ ഇടപ്പളവൻ, ചിന്നമ്മ ജോസ്, നവീൻ കൊട്ടയ്ക്കക്കുടി, ജോബി ജോസഫ് എന്നിവർ സംസാരിച്ചു. ജോൺസൺ കറുകപ്പിള്ളി, ജോസ് പോൾ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. പുതിയ പ്രസിഡന്റായി ജോയ് പടയാറ്റിനെയും ജനറൽ സെക്രട്ടറിയായി ജിജു വർഗീസിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.